ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ബ്ലൈൻഡ് ബാഗ് മേക്കിംഗ് ആണ്. ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് കുറോമി തീമിലാണ്. കുറോമി, സാൻഡ്രിയോ, മഴമെലഡി, ഇങ്ങനെ 3 വിധം തീമുകളുണ്ട്. അതിൽ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് കുറോമിയാണ്. ഒരുപാട് തീംസ് ഉണ്ടാവും, പക്ഷേ എനിക്കറിയണത് അതൊക്കെയാണ്. അതിൽ ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് ഒരു കുറോമി എന്ന് പറയുന്നതാണ്. അതിന് നമ്മൾ ബ്ലൈൻഡ് ബാഗിനൊക്കെ താഴെ എഴുതണം, പക്ഷേ ഞാൻ എഴുതാൻ മറന്നുപോയി. ഇതുപോലൊരു പിക്ചർ എടുക്കുക, കുറോമിന്ന് ടൈപ്പ് ചെയ്ത് വെച്ചാൽ പിൻട്രസ്റ്റിലൊക്കെ വരുന്നതായിരിക്കും. ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് എടുത്തിട്ട് അത് പേപ്പർ കോപ്പി ആപ്പിൽ നോക്കിയിട്ട് വരച്ചു. എന്നിട്ട് അതിൻ്റെ ബോർഡറൊക്കെ കൊടുത്തിട്ട് സ്കെച്ച് വെച്ചിട്ട് കളർ ചെയ്തു. സ്കെച്ച് വെച്ചിട്ട് കളർ ചെയ്യാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉള്ളിൽ ഒരു ലൈറ്റ് കളർ ബ്ലാക്കും ബോർഡറിന് ഒരു ഡാർക്കും വേണം. അതുകൊണ്ടാണ് നമ്മൾ മാർക്കർ വെച്ചിട്ട് ബോർഡറും ഉള്ളിൽ സ്കെച്ച് വെച്ചിട്ട് കളർ ചെയ്തത്. അപ്പോൾ അത് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം, വെളിയിൽ പോകാതൊക്കെ ഒന്ന് നല്ല ഭംഗിക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ അതിന് ഭൂതം പോലെ ഒന്നുണ്ടല്ലോ, അതിന് പിങ്ക് കളർ കൊടുക്കണം. അതിന് പിങ്ക് കളർ സ്കെച്ച് തന്നെ എടുത്തിങ്ങനെ മൂക്കിനും പിങ്ക് കളറാണ് കൊടുക്കുക. അത് കൊടുത്തതിന് ശേഷം കുറോമിക്കും ബ്ലാക്ക് കളറിലുള്ള ഒരിത് കൊടുക്കുക. അതിന് ശേഷം നമ്മളൊരു സ്കെയിലെടുത്തിട്ട് മാർക്കർ വെച്ചിട്ട് കുറച്ച് ഗ്യാപ്പ് വിട്ട് ഓരോ ലൈൻസ് വരയ്ക്കുക. അത് നമ്മൾ കട്ട് ചെയ്യണ ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. എന്നിട്ട് അടിയിൽ ഒരു നല്ല നീളത്തിലുള്ളൊരു ലൈനും വരച്ചിട്ട് ചെയ്യുക. എന്നിട്ട് ഒരു കത്രി പോലത്തെ ബോ ഒന്ന് വരച്ചു കൊടുത്താൽ മതി. എന്നിട്ട് സൈഡിൽ സെലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുക. ബാഗ് പോലെ ആക്കാനും താഴെ ഒട്ടിച്ചിട്ടുണ്ട്, മേലെ ഒട്ടിക്കാൻ പാടില്ല, കാരണം നമ്മൾ ഗിഫ്റ്റ് അതിൻ്റെ ഉള്ളിൽ ഇടേണ്ടതാണ്. അതൊന്ന് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ചുളുങ്ങാതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എന്നിട്ട് നമുക്ക് നല്ല നീറ്റിൽ കിട്ടും. ഇപ്പോൾ നമ്മുടെ ബാഗ് റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിൽ ഇടേണ്ട ഗിഫ്റ്റ് സ്ക്വിഷീസാണ്. സ്ക്വിഷീസ് ഉണ്ടാക്കണത് ഞാൻ ഇടുന്നില്ല, കാരണം സമയമില്ലാത്തതുകൊണ്ട് വേഗം എടുത്തതാണ്. ഓൾറെഡി ഞാൻ ഉണ്ടാക്കി വെച്ചൊരു സ്ക്വിഷീനെ എടുത്തിട്ട് ഇതിൽ ഗിഫ്റ്റ് ആക്കിയിട്ട് വെക്കണം, അത്ര തന്നെ. ഇനി ഒരു ബാഗാണ്, അത് നമ്മൾ ആദ്യം ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കില്ല, അതേ സെയിം ടൈപ്പ് തന്നെയാണ് ഇതും ഉണ്ടാക്കാൻ. അത്ര കഷ്ടമൊന്നുമില്ല, സിംപ്ലി ആയിട്ട് ഉണ്ടാക്കണം പറ്റുന്ന ഒരു ബാഗ് കൂടിയാണ്. ഇനി ഇത് സെല്ലോ ടൈപ്പ് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ ബാഗും റെഡിയാണ്. ഇനി ആ സ്ക്വിഷീസ് ഇതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് അതൊന്ന് നമ്മൾ കത്രിയുടെ ആ ഒരു ഇത് വെച്ചല്ലോ, അതുപോലെ ഇതിൽ വരച്ചു കൊടുക്കുക. ഒട്ടിച്ചു കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ ചെയ്യുക, അതാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. ഇതാ എന്നെ പോലെ ഇങ്ങനെ മെല്ലെ വേണം ഒട്ടിച്ചു കൊടുക്കാൻ. ഇപ്പം നമ്മുടെ അതൊക്കെ ഒന്ന് ഒട്ടിച്ചതിന് ശേഷം ഒരു വയലറ്റ് കളർ സ്കെച്ച് എടുക്കുക. എന്നിട്ട് അതിന് ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. എന്നിട്ട് അതിന് ചുറ്റും ചെറിയ ചെറിയ ക്വസ്റ്റ്യൻ മാർക്സ് ഇടുക. അപ്പോൾ അത് നമ്മൾക്ക് എപ്പിക്കാണ് നമ്മൾ കൊടുക്കുന്നത്, അതുകൊണ്ട് എന്താണെന്ന് നമുക്ക് അറിയില്ലല്ലോ, അതിനാണ് ഈ ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്നത്. എന്നിട്ട് നമ്മൾ അപ്പോഴേ ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കിയില്ലേ, അതിൻ്റെ അതേ സെയിം ടൈപ്പ് തന്നെയാണ് ഇതിനും വരച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി വന്നിട്ടൊരു ടേപ്പ് എടുത്തിട്ട് അതിൻ്റെ ചെറിയ ചെറിയ റൗണ്ട്, വല്ല കോയിനൊക്കെ എടുത്താൽ മതി, ഞാനിപ്പോൾ ഉള്ളതുകൊണ്ട് ഇങ്ങനെ എടുത്തു. അതിന് ഓരോ കളേഴ്സ് കൊടുക്കുക. എന്നിട്ട് കോമേയർ, എപ്പിക്, ലെജൻഡറി. നമ്മുടെ എപ്പിക് എന്ന് പറയുന്നത് ഓറഞ്ച് കളറിലാണ് കൊടുത്തിരിക്കുന്നത്. അടുത്തത് ലെജൻഡറിയാണ് കേട്ടോ. യു ഗോട്ട് എന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു പേപ്പറിൽ എഴുതുക. എന്നിട്ട് എപ്പിക് ആണല്ലോ, അപ്പോൾ എന്നിട്ട് അതേ സംഭവം അതിലേക്ക് എഴുതിയെടുക്കുക. അപ്പോൾ നമ്മൾ ഇതിന് ഒരു ഓറഞ്ച് കളർ തന്നെയാണ് കൊടുക്കുന്നത്. നമ്മുടെ ബ്ലൈൻഡ് ബാഗിൻ്റെ ബാക്കിലിട്ടില്ലേ, അതേപോലെ തന്നെ ഇതിലോട്ട് അങ്ങോട്ട് പകർത്തി എഴുതുക. യു ഗോട്ട് എന്ന് അതിൽ എഴുതണം കേട്ടോ. എന്നിട്ട് നമ്മളുടെ സ്ക്വിഷീസ് പാക്ക് ചെയ്ത് വെച്ച പാക്ക് അതിലോട്ട് ഇടുക. എന്നിട്ട് യു ഗോട്ട് എന്നുള്ള കാർഡും അതിലിടുക. എന്നിട്ട് സെലോ ടേപ്പ് വെച്ചിട്ട് അതിനൊന്ന് സ്റ്റിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബ്ലൈൻഡ് ബാഗൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചിലരുണ്ടാവും, അവരൊക്കെ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും അടിക്കുക. അടുത്ത വീഡിയോയിൽ എന്ത് വേണമെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ബൈ.